കോട്ടയത്ത് കൈപൊള്ളിയതാർക്ക് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ സ്റ്റീഫൻ ജോർജ്, എന്തുകൊണ്ടാണ് ഇന്നലെ വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ കണ്ട കോട്ടയത്തെ വിജയം ഇന്ന് നിർഭാഗ്യകരമാണ് എന്ന് കെ എം മാണി പറഞ്ഞത്? ഒറ്റ കാരണമേ ഉള്ളൂ, പി ജെ ജോസഫ് അത് നിർഭാഗ്യകരമെന്ന് പറഞ്ഞു. അപ്പോൾ പി ജെ ജോസഫിൻ്റെ നിലപാടിലേക്ക് കെ എം മാണി വന്നിരിക്കുന്നു എന്നാണോ കരുതേണ്ടത്? ഇതൊരു പിൻവാങ്ങലാണോ? അല്ല, ഈ പി ജെ ജോസഫിൻ്റെ നിലപാടിലേക്ക് കെ എം മാണിയോ കെ എം മാണിയുടെ നിലപാടിലേക്ക് പി ജെ ജോസഫ് വന്നു എന്നുള്ളതല്ല. മാണി സാർ ഇന്നലെ പറഞ്ഞു, ഇന്ന് പറഞ്ഞു ഒന്ന് തന്നെ. പി ജെ ജോസഫ് സാറ് പറഞ്ഞത് ഒന്ന് തന്നെ. അതായത് കേരള കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിൽ ഈ കാര്യം ചർച്ച ചെയ്ത് ഔദ്യോഗികമായി എടുത്തൊരു തീരുമാനമല്ല. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് അനിവാര്യമായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് വരുത്തിയതിന് കേരള കോൺഗ്രസ് ഉത്തരവാദിയല്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞ ചരൽക്കുന്നിൽ പറഞ്ഞ ആ കരാർ ഞങ്ങൾ പാലിക്കുന്നതിന് ഇപ്പോഴും അനുകൂലമാണ്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തിരുന്ന പിന്തുണ പിൻവലിച്ചിട്ടുണ്ടായ വേക്കൻസി അല്ല. ഇവിടെ കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ഗ്രൂപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒപ്പം ഇരിക്കുന്ന ശ്രീ ടോമി കല്ലാനി, അദ്ദേഹം നല്ല DCC പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തെ മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ഗ്രൂപ്പ് അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത് ഞങ്ങളുടെ കുറ്റമല്ല. ഞങ്ങളുടെ ആരും കുഴപ്പമില്ല ടോമിയെ മാറ്റിയത്. ടോമിയെ മാറ്റേണ്ടതില്ലായിരുന്നു. ടോമിയെ മാറ്റിയപ്പോൾ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ജോഷി പ്രസിഡൻ്റായി. ആ ജോഷി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഈ രണ്ട് സ്ഥാനം കൂടെ വഹിക്കേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. അങ്ങനെ ജില്ലാ പഞ്ചായത്ത് രാജിവെക്കുന്നു. ഞങ്ങളുടെ സമ്മർദ്ദം കൊണ്ടല്ല. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായ വേക്കൻസിയിലേക്ക് ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇതൊക്കെ നിങ്ങൾ ഇന്നലെ വിശദീകരിച്ച കാര്യമാണ്. അതിൽ നിന്ന് ഈ കഥ മുന്നോട്ട് പോയി പി ജെ ജോസഫിന്റെ രംഗപ്രവേശത്തോടെ. പി ജെ ജോസഫ് നിർഭാഗ്യകരമെന്ന് പറഞ്ഞത് ടോമി കല്ലാനിക്ക് പകരം ജോഷി ഫിലിപ്പ് വന്ന സാഹചര്യത്തെ പറ്റിയല്ല. പി ജെ ജോസഫ് നിർഭാഗ്യകരം എന്ന് പറഞ്ഞത് അവിടെ DCC നിങ്ങളെ തൊട്ടുവെന്നോ മാന്തി എന്നോ പറയുന്ന കാര്യങ്ങളെ പറ്റിയല്ല. പി ജെ ജോസഫ് പറയുന്നത് ചരൽക്കുന്നിൻ്റെ സത്ത എന്ന് പറയുന്നത് കോൺഗ്രസുമായി യോജിച്ചു പോവുക എന്നതാണ്. അതാണ് ഇന്നലെ ഇല്ലാതായത്, അതാണ് നിർഭാഗ്യകരമായിരിക്കുന്നത് എന്നാണ്. അല്ല, ഈ കാര്യങ്ങൾ പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും ആ കാര്യങ്ങൾ ഞങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്നുമാണ് പി ജെ ജോസഫ് പറഞ്ഞത്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ചർച്ച ചെയ്യണമല്ലോ ഈ കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ പാർട്ടി യോഗങ്ങൾ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യുമ്പോഴാണ് അത് സംബന്ധിച്ച തീരുമാനം ഉരുത്തിരിയുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കെ എം മാണി പ്രധാനമായിട്ടും പറഞ്ഞ ഒരു ന്യായീകരണമുണ്ടല്ലോ, നിങ്ങൾക്ക് വിട്ടുവെന്ന്. നിങ്ങൾക്കെന്ന് വെച്ചാൽ പ്രാദേശികമായി തീരുമാനമെടുക്കാൻ വിടുന്നു, ആ പാർലമെന്ററി പാർട്ടിക്ക് വിടുന്നു, മെമ്പർമാർക്ക് വിടുന്നു. അത് പി ജെ ജോസഫിന് മനസ്സിലാകേണ്ടതാണ്. കാരണം കെ എം മാണിക്ക് മാത്രമല്ലല്ലോ ഈ വ്രണപ്പെടുന്നതിൻ്റെ അവകാശമുള്ളത്. അത് പി ജെ ജോസഫിനും അവകാശപ്പെട്ടതാണ്. അതൊരു കമ്മിറ്റിയിൽ ഒരുമിച്ചിരുന്ന് പരിശോധിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമല്ലല്ലോ. ആർക്കൊക്കെ വ്രണപ്പെട്ടു, ആർക്കൊക്കെ വ്രണപ്പെട്ടില്ല, അങ്ങനെ വ്രണപ്പെട്ടു എന്ന് ആർക്കൊക്കെ ബോധ്യപ്പെട്ടു, ആർക്കൊക്കെ ബോധ്യപ്പെട്ടില്ല, അതൊന്നുമല്ല പി ജെ ജോസഫ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പാർട്ടിയുടെ ഈ പറയുന്ന ഓരോ ഘടന, അതിൽ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം, അതൊന്നുമല്ല പറയേണ്ടത്. ഇന്നലെ നിൽക്കുന്നിടത്ത് നിന്ന് പി ജെ ജോസഫ് അവിടെ തന്നെ ഉറപ്പിച്ച ഒരു നിലപാടാണ്. അത് പാർട്ടി കമ്മിറ്റിയിലേക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം കൊണ്ടുപോകേണ്ട. അത് നിർഭാഗ്യകരമായിരുന്നു. ഞങ്ങളുടെ സൗകര്യാർത്ഥമല്ല വേണു. ഏത് പാർട്ടിയാണെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലേ? CPM-ൽ എത്രയോ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. CPI-ൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്തുമാത്രം അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലും അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണെങ്കിൽ നേരത്തെ അങ്ങനെയെങ്കിൽ ടോമി കല്ലാനിയെ പറ്റി പറഞ്ഞതങ്ങ് പിൻവലിച്ചേക്ക്. അവിടെയും സ്വാഭാവികമാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ, അത് അവർ പരിഹരിച്ചോളും. അതിനിടയിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു തീരുമാനമെടുക്കാൻ ഇറങ്ങി പുറപ്പെടരുത്. വേണു, ഞങ്ങൾ പിൻവലിക്കാൻ വേണ്ടി ഒരു അഭിപ്രായം പറയാറില്ല. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞ് ആലോചിച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ ആണെങ്കിൽ ഇത് പായിപ്പാട് പഞ്ചായത്തിൽ ഞങ്ങൾ എന്താ ചെയ്തത്? കോൺഗ്രസ്സിന് ഞങ്ങൾ 6 സീറ്റുണ്ട്, കോൺഗ്രസ് 4 ഉള്ളൂ. ഞങ്ങൾ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ്സിന് കൊടുത്തു. അപ്പോൾ അവിടെ എല്ലാം കരാർ ലംഘനമാണെങ്കിലും ഞങ്ങളത് പാലിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് അതുപോലെ തന്നെ മുത്തോലി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പാണ്. അവിടെ എന്താ സംഭവിച്ചത്?
കരാറെന്ന് പറഞ്ഞാൽ വൺ വേ ട്രാഫിക് അല്ല, അത് മനസ്സിലാക്കണം. അല്ലല്ല, അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ തമ്മിലുണ്ടാക്കിയ കരാറാണ്. അല്ല, അവിടെ രണ്ടംഗങ്ങളുള്ള കോൺഗ്രസ് വിട്ടുവന്നാലും നിങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടില്ല. അവിടെ നഷ്ടമുണ്ടായിട്ടില്ല. ഒരു നിമിഷം, ഞാൻ താങ്കളിലേക്ക് കണക്കല്ലോ. ശ്രീ ടോമി കല്ലാനി അല്ല, ഒരു നിമിഷം. ശ്രീ ടോമി കല്ലാനി, ഇന്നലത്തെ സംഭവം വിസ്മരിക്കാൻ തയ്യാറാണ് കെ എം മാണി. കെ എം മാണി പറഞ്ഞത് അത് അവിടുത്തെ ഒരു പ്രാദേശികമായ പ്രശ്നം, അത് വിസ്മരിച്ചേക്കൂ എന്നാണ്. തയ്യാറുണ്ടോ താങ്കളടക്കമുള്ളവർ? എനിക്കതിന് മുമ്പ് ആദ്യമായി ഒരു കാര്യം പറയട്ടെ. ടോമി കല്ലാനി കോട്ടയം DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി എന്നുള്ളത് ഇവിടെ വിഷയമാക്കേണ്ട ഒരു കാര്യമല്ല. ടോമി കല്ലാനി മാത്രമല്ല, കേരളത്തിലെ 14 DCC പ്രസിഡന്റുമാരെ മാറ്റാനും പുതിയ ആളുകളെ വെക്കാനും തീരുമാനിച്ചത് ഹൈക്കമാൻഡാണ്. അതൊരു പ്രക്രിയയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഹൈക്കമാൻഡിന് കാലാകാലങ്ങളിൽ DC പ്രസിഡന്റുമാരെ വെക്കാനും മാറ്റാനുള്ള അധികാരമുണ്ട്. ഞാൻ 4 വർഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ്. ഞാൻ സസന്തോഷത്തോടു കൂടിയാണ് DCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയത്. അതുകൊണ്ട് അത് നമ്മുടെ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാർക്കും അറിയാം. അതുകൊണ്ട് അതിവിടെ സബ്ജക്റ്റ് ആക്കേണ്ട ഒരു കാര്യവുമില്ല. രണ്ടാമത്തെ നിങ്ങളുടെ ചോദ്യം, ബഹുമാന്യനായ കെ എം മാണി സാറ് അദ്ദേഹം ഇന്നലത്തെ കാര്യം വിസ്മരിക്കാനാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വിസ്മരിക്കാൻ പറ്റും, പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത് വിസ്മരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തി ഒരു രാഷ്ട്രീയ മാന്യതയില്ലാത്ത പെരുമാറ്റമാണ് കേരള കോൺഗ്രസിൻ്റെ ബഹുമാനായ നേതാവ് ശ്രീ കെ എം മാണി സാറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പരമമായ സത്യം. ഇന്ന് അദ്ദേഹം വിസ്മരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം, കേരള കോൺഗ്രസ് പാർട്ടിയുടെ മറ്റൊരു പ്രമുഖ നേതാവായ ശ്രീ PJ ജോസഫ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമാക്കി പറഞ്ഞു, മാണി സാറിൻ്റെ ഈ നടപടിയോട് യോജിക്കാൻ കഴിയില്ല. ശ്രീ മോൻസി ജോസഫ് ഇന്നലെ തന്നെ പറഞ്ഞു. എന്തിനേറെ ഏറെ ആദരണീയനായ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് മാണി സാറിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനെന്ന് പറയാവുന്ന വ്യക്തിത്വം, അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? കേരള കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും MLA-മാരും ഈ നടപടിയോട് യോജിക്കുന്നില്ല. എന്തിനേറെ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ പോലും ഇന്നലത്തെ നടപടിയോട് യോജിച്ചിട്ടില്ല എന്നതാണ് പരമസത്യം. അതുകൊണ്ടാണ് മാണി സാറിന് ഇന്ന് ഒരടി പുറകോട്ട് പോകേണ്ടി വന്നത്, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വിസ്മരിക്കേണ്ടി പറയേണ്ടത് എന്ന് ഖേദപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, അഡ്വക്കേറ്റ് ജയശങ്കർ, ലെനിൻ പറഞ്ഞ പോലെ ഇനി 2 അടി മുന്നോട്ട് 1 അടി പിന്നോട്ടാണ് കെ എം മാണി വെച്ചതെങ്കിലോ? അല്ല, ലെനിനെ എന്തിനേക്ക് വലിച്ചഴക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ സംഗതി വളരെ വ്യക്തമാണ്. UDF-ൽ നിന്ന് ശ്രീ കെ എം മാണിയും പാർട്ടിയും പിരിഞ്ഞുപോയി. ഇനിയിപ്പോൾ അവർക്ക് UDF-ൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനുള്ള ബാധ്യതയില്ല. അതേസമയത്ത് തന്നെ ചരൽക്കുന്നിലെടുത്ത രാഷ്ട്രീയ തീരുമാനമുണ്ട്, പരമാവധി കോൺഗ്രസുമായിട്ടും മറ്റ് ഘടകകക്ഷികളുമായിട്ട് യോജിച്ചു പോവുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ മുന്നോട്ട് പോവുക. അതിൽ നിന്നും വേണമെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പിന്മാറാവുന്നുള്ളൂ. അവർക്ക് പാർട്ടി ഒരു നയപരമായ തീരുമാനമെടുക്കുക, ഇനി മേലിൽ കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് തീരുമാനിക്കാനും ആ പാർട്ടിക്ക് അർഹതയുണ്ട്, അവകാശമുണ്ട്. നമ്മളാരും അതിനെ തടയുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ള അതിനേക്കാളൊക്കെ വലിയ ഒരു വഞ്ചനയാണ്. എന്താ വെച്ചാൽ ജോഷി ഫിലിപ്പിനെ അതേ രാജിവെച്ച വേക്കൻസിയിലേക്ക് അടുത്ത കോൺഗ്രസ്സുകാരൻ്റെ പേര് തീരുമാനിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച് ഈ നിയമസഭാ കക്ഷിയിൽപ്പെട്ട എല്ലാ മാണി ഗ്രൂപ്പുകാരും എല്ലാ കോൺഗ്രസ്സുകാരും അതിൻ്റെ അകത്ത് ഒപ്പിട്ടൊരു രേഖ ഉണ്ടാക്കുന്നു. ആ രേഖ ഉണ്ടാക്കി അതിൻ്റെ മഷി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ശ്രീ കെ എം മാണി കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തി, അഥവാ മാർക്സിസ്റ്റുകാരുടെ കളിക്ക് അദ്ദേഹം നിന്നു കൊടുത്തു. മാർക്സിസ്റ്റുകാരുടെ പിന്തുണയോടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി. ഇത് വലിയൊരു അഭിമാനകരമായ നേട്ടമായിട്ടാണ് ഇന്നലെ ശ്രീ കെ എം മാണി ചിത്രീകരിച്ചത്. കോൺഗ്രസിന് ഒരു കൊട്ട് കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നിപ്പോൾ അദ്ദേഹം കൊട്ട് സവിനയം പിൻവലിച്ചിരിക്കുന്നു. എല്ലാം മറന്നോളൂ, വിസ്മരിച്ചേക്കൂ എന്ന് പറയുകയാണ്. കോൺഗ്രസ്സുകാർ വിസ്മരിക്കാൻ തയ്യാറില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം കേരള കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇതിനെക്കുറിച്ച് യാതൊരു ആലോചനയും ഉണ്ടായില്ല. കോൺഗ്രസുമായിട്ട് യോജിക്കാൻ തീരുമാനിച്ചതിന് ശേഷം മിനിറ്റ്സ് എഴുതി ഒപ്പിട്ടതിന് ശേഷം പിന്മാറിയത് ശരിയല്ല എന്ന അഭിപ്രായം കേരള കോൺഗ്രസുകാർക്ക് പോലും ഉണ്ടായി. പക്ഷേ ജയശങ്കർ, ഇത് പാർട്ടിയിൽ കൂടിയാലോചന നടത്തിയില്ല എന്ന് പറയുന്നത് ഭാഗികമായി മാത്രമാണ് ശരി. ഒരു പാർട്ടി കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ ചേർന്നിട്ടുണ്ടാകില്ല. പക്ഷേ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ MLA-മാർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ഉണ്ടായി. കെ എം മാണി അടക്കം പങ്കെടുക്കേണ്ടതാണ്, അദ്ദേഹം പക്ഷേ സൗകര്യപൂർവ്വം ഒഴിഞ്ഞു നിന്നു. ഈ വിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് കോൺഗ്രസിനും ബോധ്യമാകുന്നത്, ഈ പാർട്ടിയിലെ MLA-മാർക്കും ബോധ്യമാകുന്നത്. അപ്പോൾ MLA-മാർക്ക് പോലും അവർ യോജിച്ചെടുത്തൊരു തീരുമാനമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത് എന്ന പരാതിയുണ്ട്. അതെ, കേരള കോൺഗ്രസിലെ എല്ലാ ആളുകളും അതിൽ
അസംതൃപ്തരാണ്, ഖിന്നരാണ്. കാരണം കോൺഗ്രസുമായിട്ടുള്ള സഖ്യം എന്നേക്കുമായി വെട്ടിമുറിച്ച് കളയാൻ ഒരു കേരള കോൺഗ്രസ്സുകാരന് ഇഷ്ടപ്പെടുകയില്ല. അതിൻ്റെ കാരണം ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു UDFിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള സംഘടനയാണ്. അവരതിൽ നിന്ന് വിട്ടുപോയാലും അവരുടെ ലീൻ അവിടെ തന്നെയാണ്. അതാണ് കോൺഗ്രസ്സുകാരെ ഇടയ്ക്കിടയ്ക്ക് അവരെ ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം നേതാക്കൾ UDFിലേക്ക് തിരിച്ചു കൊണ്ടെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത്. പല ആളുകൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആളുകളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. UDFിന് പുറത്ത് മാണി ഗ്രൂപ്പിന് ഒരു നിലനിൽപ്പില്ല. ഇവരെ ഇടതുമുന്നണിയിലേക്ക് പോകാം, താത്വികമായിട്ട് തകരാറൊന്നുമില്ല. പക്ഷേ അവരെ വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടല്ലോ, അവർ UDF ചിന്താഗതിയുള്ളവരാണ്. കേരള കോൺഗ്രസിൻ്റെയും വോട്ട് ബേസ് ഒന്ന് തന്നെയാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ UDFിന് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. മാണി സാറിനും മകനും വേണമെങ്കിൽ മറ്റേ വശത്തേക്ക് പോകാം, പക്ഷേ ആളുകൾ പോകുകയില്ല. ഈ കേരള കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിഭാഗക്കാർ CPMനോട് ഇടതുപക്ഷ മുന്നണിയോട് താല്പര്യമില്ലാത്തവരാണ്. ഇത് നമ്മൾ 1980 കണ്ടതല്ലേ. KM മാണി പോയപ്പോൾ എത്ര വോട്ട് മാറ്റാൻ കഴിഞ്ഞു? നിസ്സാരമായ വോട്ടേ അദ്ദേഹത്തിന് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇവിടെ ഒരു പ്രബല വിഭാഗമായിട്ട് മാറിയത്. 1977 ജയിച്ചതിനേക്കാളും എത്രയോ കുറഞ്ഞ MLAമാരാണ് 80 മാണിക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞത്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളല്ലേ. ഇപ്പോൾ മാണി ഗ്രൂപ്പ് പോയാൽ മാണിയുടെ അണികൾ പോകുകയില്ല, പ്രവർത്തകർ പോകുകയില്ല, വോട്ടർമാർ പോകുകയില്ല. അതാണ് സംഭവം. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. അതിന് ശ്രീ സ്റ്റീഫൻ ജോർജ് മറുപടിയും പറയട്ടെ. അടുത്ത ഊഴത്തിൽ ശ്രീ P. പ്രസാദ്, ഇന്നലെ CPI ഒരു നിലപാടെടുത്തു. ആ നിലപാടെടുത്തതിനെ ശ്ലാഘിച്ചത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരാണ്. മറിച്ചൊരു സമീപനമാണ് അവിടെ നിന്നുള്ള പ്രാദേശികമായി ജില്ലാ നേതൃത്വത്തിൽ നിന്ന് CPMൽ നിന്നടക്കം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നിലപാടുകൾ ന്യായീകരിക്കപ്പെടുന്നത് പ്രതിപക്ഷത്ത് നിന്നാണ് എങ്കിൽ അതൊരു ഒറ്റുകാരൻ്റെ സ്വഭാവമുള്ളതാണ്. അങ്ങ് മറുപടി പറയണം. ഒപ്പം രണ്ടാമതൊരു കാര്യം കൂടി, ഇവിടെ KM മാണി എന്ന് പറയുന്നയാളിനി കുഴപ്പക്കാരനാണെന്ന് ഇരിക്കട്ടെ, നിങ്ങളുടെ നോട്ടത്തിൽ കുഴപ്പക്കാരനല്ലാത്ത എന്ന് വെച്ചാൽ അഴിമതിക്കാരനല്ലാത്ത എന്ന് പറയാവുന്ന ഒരാളാണല്ലോ PJ ജോസഫ്. ഇടതുമുന്നണിയിലേക്ക് വരേണ്ട എന്ന കർക്കശ നിലപാടെടുത്തിരിക്കുന്നത് PJ ജോസഫും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുമാണ്. ഒരു മുന്നണിയിലേക്ക് അങ്ങനെ അഴിമതിയുടെ ഭാഗമായി കേസുകളോ മറ്റ് കളങ്കമോ ഇല്ലാത്ത ഒരാൾ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് നിങ്ങളുടെ മുന്നണിയെപ്പറ്റി നിങ്ങളെ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുന്ന ഒന്നായി കരുതേണ്ടതല്ലേ? ഇല്ല, ഇത് രണ്ടും ശരിയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയ മാന്യതയും രാഷ്ട്രീയ സദാചാരവും എല്ലാം ഉണ്ട്. മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നതിൻ്റെ കാരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടേതായ നയങ്ങൾ, തീരുമാനങ്ങളെല്ലാം ഉണ്ടാവാം, നിലപാടുകൾ സ്വീകരിക്കാം. KM മാണിക്കും ശ്രീമാൻ PJ ജോസഫിനും എല്ലാം അവരവരുടേതായ നിലപാടുകൾ ഉണ്ടാവുകയും ചെയ്യും. അവരുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ ആ അർത്ഥത്തിൽ കണക്ക് കൂട്ടേണ്ട ആവശ്യമേ ഇല്ല. കേരളത്തിലെ ജനത ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെല്ലാം. ആ ജനതയിൽ നമുക്കിതിനെ എങ്ങനെയാണ് മാറ്റി നിർത്താൻ കഴിയുക? ഇടതുപക്ഷ മുന്നണിക്കകത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ CPIയുടെയും CPMൻ്റെയും ബാക്കിയുള്ള പാർട്ടികളുടെ എല്ലാം കൂടി മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള വോട്ടല്ല ഈ മുന്നണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മെമ്പർഷിപ്പിന് അപ്പുറത്തേക്ക് നീളുന്ന അനുഭാവികളുണ്ടെന്ന് പറയാം, അവർക്കും അപ്പുറത്തേക്ക് നീങ്ങുന്ന ഇടതുപക്ഷ വിശ്വാസികളുണ്ടെന്ന് പറയാം. അവരും ഒരു നിമിഷം പ്രസാദ്, അവർ എന്ന് പറയുന്നത് ആർക്കും വശംവദരാകാതെ ഒരു സ്വതന്ത്ര ശക്തിയായി നിൽക്കുന്നവരല്ല. അവരെ നിങ്ങൾക്ക് അനുകൂലമാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവർക്കിടയിൽ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെ ഒരു വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്ന അവസരത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഭരണം കിട്ടുന്നത്. ഈ ജനവിഭാഗം എല്ലാം ആഗ്രഹിക്കുന്നത് അഴിമതി വിരുദ്ധമായ സംശുദ്ധമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായിട്ട് ഈ മുന്നണി നിൽക്കണം എന്നാണ്. അവിടെ എന്തെങ്കിലും പോരായ്മകളുള്ളപ്പോഴാണ് കേരളത്തിൽ നമുക്ക് സത്യസന്ധമായി നമ്മൾ ആലോചിച്ച് നോക്കാം, എങ്ങനെയാണ് LDF UDF മാറ്റമെല്ലാം വരുന്നത്? ഓരോ കാലത്തും ഭരണരംഗത്തുണ്ടാകുന്ന പിഴവുകളുടെയും കുഴപ്പങ്ങളുടെയും പേരിലാണ്. LDFിൻ്റെ കയ്യിലെടുപ്പിൻ്റെ പേരിൽ UDFും UDFിൻ്റെ കയ്യിലെടുപ്പിൻ്റെ പേരിൽ LDFും കയറുന്നതിലേക്ക് എത്തുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ ഇവിടെ LDF ഏറ്റവും ഗൗരവതരമായി കാണിക്കേണ്ടത് കോട്ടയത്ത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഇതൊരു രാഷ്ട്രീയ അശ്ലീലമാണ്. ഈ രാഷ്ട്രീയ അശ്ലീലത്തെ എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണേണ്ടത് എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ശരി, അങ്ങനെ ലളിതമായൊരു ചോദ്യം. നിങ്ങളുടെ അത്രയും വലിയ ശക്തി ഒന്നുമില്ല ഈ കേരള കോൺഗ്രസിന്. പക്ഷേ അവിടെ KM മാണി എന്ന് പറയുന്ന ഒരാളിനെ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചൊരു നിലപാട് മയപ്പെടുത്തിക്കാൻ PJ ജോസഫിന് കഴിഞ്ഞു. CPIയുടെ കർക്കശമായ നിലപാടാണല്ലോ ഈ വിഷയത്തിൽ ഇന്നലെ മുതലുള്ളത്. CPM ഒരു ഇഞ്ച് മാറിയിട്ടില്ല പ്രസാദ്. ഇല്ല, ഓരോ പാർട്ടിക്കും അവരവരുടേതായ നിലപാട് സ്വീകരിക്കാമല്ലോ. KM മാണിയും PJ ജോസഫും ഒരേ പാർട്ടിക്കകത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ശ്രീമാൻ PJ ജോസഫ് ഒരു നിലപാടെടുക്കുമ്പോൾ ശ്രീമാൻ KM മാണിക്ക് ആ നിലപാടിനെ ആ പാർട്ടിക്കകത്തുള്ള അണികൾ എങ്ങനെയാണ് ആ പാർട്ടിക്കകത്തെ ഒരു മര്യാദ എന്നതിനപ്പുറം സമവാക്യങ്ങളുണ്ട്. പാർട്ടിയിലായാലും പാർട്ടികളടങ്ങിയ മുന്നണിയിലായാലും അവിടെ PJ ജോസഫിനെ തള്ളാൻ കഴിയാത്തൊരു നില KM മാണിക്കുള്ളത് കൊണ്ടാണ് KM മാണി അങ്ങനെ ഒരു പിൻവാങ്ങലിലേക്ക് പോകുന്നത്. നിങ്ങളുടെ മുന്നണിയിൽ ദാ ഇപ്പോഴും നിങ്ങൾ പറയുന്നതിന് വില വയ്ക്കുന്നില്ല എന്ന് CPM പറയുന്നുവെങ്കിൽ ആരാണ് സ്വയം റദ്ദാക്കപ്പെടുന്നത്?
ഇല്ല, അത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിക്കുന്നൊരു കാര്യത്തെ